അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ വിശ്രമത്തിന് മുൻപായി നമ്മൾ ഈ ആരാധനയിൽ പങ്കുകൊള്ളുകയാണ്. എത്രയോ അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. തീവ്രമായ ആഗ്രഹത്തോടെ ഈശോയെ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്നെ സ്പർശിക്കണമേ, ഈ കുടുംബത്തിന് രക്ഷ നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിലേക്കും ഈശോയുടെ സാന്നിധ്യം കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ആരാധനയുടെ നിമിഷം മാറട്ടെ. തീവ്രമായ ആഗ്രഹത്തോടെ കരങ്ങൾ കൂപ്പി നമുക്ക് യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയ
ആരാധന, യേശുവേ ആരാധന, തീവ്രമായ ആഗ്രഹത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി യേശുവേ ആരാധന, കുടുംബാംഗങ്ങളോട് ചേർന്നുകൊണ്ട് യേശുവേ ആരാധന, കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു വരുന്നവരോട് കൂടെ കൂടെ യേശുവേ ആരാധന, കുടുംബാംഗങ്ങളോട് ചേർന്ന് യേശുവേ ആരാധന, ആരാധന 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് തിരുവചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ രക്ഷകനായ യേശു, നമ്മുടെ രക്ഷകനായ ദൈവം, നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയേ 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 യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 അടിയനിതാ, ഈശോ ഈശോ അടിയനിതാ, ഈശോ അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നല്ല ഈശോ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് അവിടുന്ന് ചൊരിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതം അവിടുത്തെ ദാനമാണ്. നമ്മുടെ സമ്പത്ത് അവിടുത്തെ ദാനമാണ്. നമ്മുടെ ആരോഗ്യം അവിടുത്തെ ദാനമാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും അവിടുത്തെ ദാനമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടുത്തെ ദാനമാണ്. നമ്മുടെ അയൽവക്കക്കാർ അവിടുത്തെ ദാനമാണ്. എത്രയോ അനുഗ്രഹങ്ങൾ അനുദിനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തെ തന്നെ എടുക്കുക. ഒരു ചെറിയ വേദന വരുമ്പോൾ, ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ആ അവയവത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. ഈശോ നമുക്ക് നൽകിയ ദാനമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വിളിയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടുത്തെ ദാനമായി എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനുള്ളതാണ്. അതാണല്ലോ ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്, നിന്റെ ജീവിതം സകല ജനതയ്ക്കും ഒരനുഗ്രഹമായി തീരും.
അനുഗ്രഹമായി തീരുവാനുള്ള വിളിയാണ് എൻ്റെതും നിങ്ങളുടേതും. ദൈവം ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ സ്വാർത്ഥതയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഞാൻ മാത്രം, എൻ്റെ കുടുംബം മാത്രം, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ അത് സ്വാർത്ഥതയുടെ ജീവിതമായി മാറും. ദൈവത്തിൻ്റെ, ഈശോയുടെ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ജീവിതം അത് സ്വാർത്ഥതയുടെ ജീവിതമായി മാറരുത് എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. സ്വാർത്ഥതയോടെ സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കാതെ നാം എന്തെല്ലാം നേടിയാലും, ഈ ലോകത്തിലെ എന്തെല്ലാം ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ നേടിയാലും, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ വിലയില്ല എന്ന് വചനം സാക്ഷിക്കുകയാണ്. നമ്മെ പരിപൂർണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനം. യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നമ്മുടെ സഹോദരങ്ങളെ വാക്കിൽ മാത്രം സ്നേഹിക്കുന്നവരായി നമ്മൾ മാറരുത്. ആ വാക്കിലുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. അവരെൻ്റെ വേദന എൻ്റെ വേദനയായി, എൻ്റെ ദുഃഖമായി ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ സഹോദരൻ്റെ വേദനയിൽ ഞാൻ ഒരു സഹായിയായി മാറണം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 21-ാം തിരുവചനം. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരങ്ങളെയും സ്നേഹിക്കണം. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം അത് മറ്റുള്ളവർക്ക് പ്രകടമാകുന്നത് എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാതെ എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒഴുക്ക് അത് സഹോദരങ്ങളിലേക്ക് എത്തി നിൽക്കണം. എങ്കിൽ മാത്രമേ ദൈവസ്നേഹം എന്നിൽ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായം 13-ാം തിരുവചനം. കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. എന്നിട്ടും യാക്കോബ് ശ്ലീഹ വീണ്ടും രേഖപ്പെടുത്തി വിട്ടിരിക്കുകയാണ്, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കാരുണ്യരഹിതരായി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്നിട്ടും എന്തുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളൊരു ചോദ്യം നമ്മിൽ ഉയർന്നേക്കാം. യാക്കോബ് ശ്ലീഹ അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. നമ്മുടെ കാരുണ്യരഹിതമായ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയുമ്പോൾ അവിടെ നമുക്ക് വിജയം നേടിയേക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പങ്കുവെക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. സ്വാർത്ഥതയുടെ ഭാവം വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാവം സ്വീകരിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തും. 2-ാം അധ്യായം 26-ാം തിരുവചനം. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. പ്രവൃത്തിയില്ലാതെ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ
അത് മൃതമാണ് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദരിദ്രന്റെ വേദനകളിൽ അവരെ സഹായിക്കുവാനുള്ള ഉൾക്കണ്ണ് എനിക്ക് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സക്കേബോസിനോട് ഈശോ പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എപ്പോഴാണ് സക്കേബോസിന്റെ കുടുംബത്തിന് രക്ഷ കൈവന്നത്? സക്കേബോസ് തൻ്റെ സമ്പത്ത് ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ നൽകിയ ദാനത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവർ നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. അവിടുന്ന് എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സർവവും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം, ദൈവത്തിൻ്റെ ദാനമാണല്ലോ എൻ്റെ ജീവിതം. അതുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ല. അഹംഭാവം മാറ്റി താനെന്ന ഭാവം മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്കും വരാം. നമുക്കും ഗായകരോട് ചേർന്ന് പാടാം, ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. ചേർന്ന് അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. യേശുവേ, എൻ്റെ കുടുംബത്തിലേക്ക് നീ വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. അനുഭവമായി കടന്നു വരണമേ. എൻ്റെ സ്വാർത്ഥതയെ എടുത്തു മാറ്റണമേ. എൻ്റെ വേദനകളെ നീ എടുത്തു മാറ്റണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ. സ്വാർത്ഥനായി നീ ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവു നഷ്ടമായാൽ എന്തു ഫലം? സ്വാർത്ഥനായി നീ ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു ഫലം? ദൈവത്തെ മാത്രം നേടിയില്ലെങ്കിൽ നശ്വരമാണ് നിന്റെ നേട്ടമെല്ലാം. നശ്വരമാണ് നിന്റെ നേട്ടമെല്ലാം. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. യേശുവേ, ദരിദ്രന്റെ വേദന കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. ദരിദ്രനെ സഹായിക്കുവാൻ മനസ്സ് നൽകണമേ. അങ്ങനെ എൻ്റെ കുടുംബത്തിന് രക്ഷ അങ്ങ് പ്രദാനം ചെയ്യണമേ. ധൂർത്തനായി നീ സമ്പത്തെല്ലാം ധൂർത്തടിക്കുമ്പോ ദരിദ്രനും നൽകുവാനുൾ കണ്ണു തുറന്നിടൂ. ധൂർത്തനായി നീ സമ്പത്തെല്ലാം ധൂർത്തടിക്കുമ്പോൾ ദരിദ്രനും നൽകുവാനുള്ള കണ്ണു തുറന്നിടൂ. എങ്കിൽ നീയും നിൻ കുടുംബവുമെല്ലാം രക്ഷ പ്രാപിക്കും ഒട്ടും വൈകിടാതെ. രക്ഷ പ്രാപിക്കും
ഒട്ടും വൈകിടാതെ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. വന്നിടേണം നീ ദൈവസന്നിധിയിൽ. വന്നിടേണം നീ ദൈവസന്നിധിയിൽ. ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. നമുക്ക് ഈശോയെ വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവെ ക്ഷണിക്കാം. കർത്താവേ, എൻ്റെ അഹംഭാവം മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞാൻ എന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ, നിന്റെ സ്നേഹം കൊണ്ട് നിറയുവാൻ കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വേദനിക്കുന്നവരുടെ ഇടയിലേക്ക്, രോഗികളുടെ ഇടയിലേക്ക്, ദരിദ്രരുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ വേദനകൾ എടുത്തു മാറ്റാൻ കർത്താവേ അങ്ങനെ ഉപകരണമാക്കണമേ. കർത്താവേ, എനിക്ക് നൽകിയ സമ്പത്ത്, എനിക്ക് നൽകിയ കഴിവുകൾ കർത്താവേ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കുവാൻ നാഥാ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നു, നമ്മുടെ വേദനകൾ എടുത്തു മാറ്റുന്ന ഈ സുന്ദര നിമിഷത്തിൽ നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഭക്തിപൂർവ്വമായിരിക്കാം. കരങ്ങൾ കോപ്പി നമുക്ക് ഭക്തിപൂർവ്വം അവിടുത്തെ മുമ്പിലായിരിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷം, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ഈ നിമിഷം, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ, 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 ഈശോ. ആരാധ്യനേ പരിശുദ്ധനേ, ആരാധ്യനേ പരിശുദ്ധനേ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതിയും ആരാധനയുമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതിയും ആരാധനയുമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതിയും ആരാധനയുമേ.